തിരുവല്ല പുളിക്കീഴ് വൻ തീപിടുത്തം. ബിവറേജസ് വെയർഹൌസിലാണ് തീപിടുത്തം. 7 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണച്ചു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? രോഹിണി, സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇന്ന് രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിലും ഗോഡൌണിലും വൻ തീപിടുത്തം ഉണ്ടായത്. കെട്ടിടത്തില് ഒന്നാകെ തീ ആളിപ്പടരുകയായിരുന്നു. വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായി. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പുളിക്കീഴ് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റും ഗോഡൌണും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിലാണ് തീ പടർന്ന് പിടിച്ചത്. ചങ്ങനാശ്ശേരി, തകഴി, തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം കഴിഞ്ഞ മണിക്കൂറുകളിലായി നടത്തുകയായിരുന്നു. ഈ കെട്ടിടം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. തീ ആളിപ്പടർന്ന് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. അതിനുള്ളിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിപരീത ഫലം ആവുകയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയുമായിരുന്നു. ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കുപ്പികളടക്കം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മദ്യക്കുപ്പികളടക്കം വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായതിനാൽ തീ അണയ്ക്കുന്നതിന് വെല്ലുവിളിയും നേരിട്ടു. ഗോഡൌണിന് സമീപത്ത് മദ്യനിർമ്മാണ യൂണിറ്റുമുണ്ട്. ജവാൻ മദ്യനിർമ്മാണ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ തീ പടർന്നു പിടിച്ചത് കുറഞ്ഞ സമയം കൊണ്ട് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ വിഫലമാക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഏകദേശം സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ തീ അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പിൻവശത്ത് വെൽഡിംഗ് പണികൾ നടക്കുന്നുണ്ട്. ഇതിൽ നിന്നും തീ പടർന്നത് ആവാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആദ്യ സമയത്ത് ഈ തീ അണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും മറ്റു ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇനി എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും ഒരു അന്വേഷണം ഉണ്ടാവുക. നിലവിൽ ലഭിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് പ്രവർത്തിക്കുന്ന വെൽഡിംഗ് പണികൾ നടക്കുന്ന ആ ഭാഗത്തു നിന്നും തീ പടർന്ന് പിടിച്ചതായിരിക്കാം എന്നുള്ളതാണ്. മദ്യം അടക്കം വലിയ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശരിയായ രീതിയിൽ തന്നെ തീ മുഴുവനായിട്ട് അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനുള്ള തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട്. വലിയ തീപിടുത്തം, വലിയ പൊട്ടിത്തെറി, അത് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കാനുള്ള ഒരു ശ്രമത്തെയാണ് ഇപ്പോൾ തീ അണച്ചുകൊണ്ട് അത് ശാന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ മിഥുൻ, ഇപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കുമല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ബിവറേജസ് ഗോഡൌൺ ആണ്. അതുകൊണ്ട് ഈ നഷ്ടത്തിന്റെ കണക്ക് എങ്ങനെയായിരിക്കും? ഇനി ഇതുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഇതിന്റെ കൃത്യമായൊരു കണക്ക് എങ്ങനെയാകും ലഭ്യമാകുക? ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നത് ഉറപ്പാണ് രോഹിണി. കാരണം ഇത് ഗോഡൌൺ ആണ്. അതിനോടൊപ്പം തന്നെ ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ജവാൻ മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ മദ്യശേഖരമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔട്ട്ലെറ്റും ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു കണക്കിലേക്ക് പോകുന്ന ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ഇത് എത്ര രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കണക്കും മറ്റ് സ്ഥിരീകരണമൊക്കെ ഉണ്ടാക്കുക. കാരണം ഇത് ആദ്യ ഘട്ടത്തിൽ ബിവറേജസ് അധികൃതരുടെ ഭാഗത്തു നിന്നായാലും പോലീസിന്റെയും മറ്റ് ഫയർഫോഴ്സിന്റെയും യൂണിറ്റിന്റെയും എല്ലാ ഭാഗത്തു നിന്നും ഈ തീ അണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഒരു പ്രാഥമികമായ കർത്തവ്യം എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി ആ പ്രദേശത്ത് ആകെ ഉണ്ടാകും. മറ്റ് വീടുകളടക്കം മറ്റ് സഞ്ചാര മാർഗങ്ങളടക്കമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് തടയുക എന്നുള്ളതായിരുന്നു ഒരു പ്രാഥമിക ഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രഥമ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 3 ഫയർ യൂണിറ്റുകൾ എത്തി, ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുന്നു. നാട്ടുകാരുമെല്ലാം അവിടെ ഈ ഫയർഫോഴ്സിനും പോലീസിനും എല്ലാം സഹായമായിട്ട് ഒപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി എത്ര ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഒരു കണക്ക് ഉണ്ടാകേണ്ടത്. കെട്ടിടം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അലുമിനിയം ഷീറ്റിന്റെ മേൽക്കൂരയുള്ള കെട്ടിടം പൂർണ്ണമായും കത്തി അമർന്നു. അതിനുശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് തീ പിടിച്ചു. കുപ്പികളടക്കം പൊട്ടിത്തെറിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചു. അത് തീ അണയ്ക്കുന്നതിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കി. ആദ്യ മണിക്കൂറിൽ തന്നെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ഈ പൊട്ടിത്തെറി വ്യാപകമായതോടുകൂടി തീ അണയ്ക്കുന്നത് വലിയ വെല്ലുവിളി
സൃഷ്ടിക്കുകയായിരുന്നു. തീ പൊട്ടിത്തെറി ഉണ്ടായിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ച് വലിയ ഒരു നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമാകുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് വളരെ വേഗത്തിൽ തന്നെ ഈ സ്ഥിതി ശാന്തമാക്കിക്കൊണ്ട് ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇനി കണക്കെടുപ്പും മറ്റു കാര്യങ്ങളും എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ ഔദ്യോഗികമായ കണക്കുകൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുകയുള്ളൂ. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗോഡൌൺ പൂർണ്ണമായിട്ട് നശിച്ചു, ഔട്ട്ലെറ്റ് നശിച്ചു, കുപ്പികൾ പൊട്ടിത്തെറി, മദ്യശേഖരം വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി, ജവാൻ മദ്യനിർമ്മാണ യൂണിറ്റ് പൂർണ്ണമായിട്ടും നശിച്ചു. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ, അങ്ങനെ വിലയിരുത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളെല്ലാം കണ്ടെത്തി, ഇനിയും തീപ്പൊരി ഉള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവിടെ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ തടയുക എന്നുള്ള ലക്ഷ്യവുമായി പോലീസും ഫയർഫോഴ്സും എല്ലാം അവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്.